എഞ്ചിനീയറും ഇൻകം ടാക്സ് വകുപ്പ് ഉദ്യോഗസ്ഥനും ചേർന്ന് തന്റെ ഉപജീവന മാർഗം വഴിമുട്ടിക്കുന്നുവെന്ന പരാതിയുമായി കാഴ്ച പരിമിത സംരംഭകനും പള്ളിക്കത്തോട് സ്വദേശിയുമായ സാബു ജോസഫ് ആലപ്പുഴ മണ്ണഞ്ചേരി കാട്ടൂരിൽ കെട്ടിട നിർമ്മാണത്തിനായി എത്തിച്ച തന്റെ വാർക്ക തകിടുകൾ ഉടമയും എഞ്ചിനീയറും അകാരണമായി പിടിച്ചുവെച്ചിരിക്കുകയാണെന്നാണ് സാബുവിന്റെ പരാതി. കരാറുകാരനും വീട്ടുടമയും തമ്മിലുള്ള തർക്കത്തിന്റെ പേരിലാണ് തടഞ്ഞു വെച്ചിരിക്കുന്നതെന്നാണ് ആക്ഷേപം. കിണർ നിർമ്മാണത്തിനിടെ കിണറ്റിനുള്ളിൽ വെച്ച് വെടിപൊട്ടിയതിനെ തുടർന്ന് ചീളുകൾ തെറിച്ച് 23-ാം വയസ്സിലാണ് സാബുവിന്റെ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടമായത്. കെട്ടിട നിർമ്മാണത്തിനും മറ്റും വാർക്ക തകിടുകൾ വാടകയ്ക്ക് നൽകുന്നതാണ് സാബുവിന്റെ ഉപജീവന മാർഗം. കഴിഞ്ഞ മെയ് 1-നാണ് മണ്ണഞ്ചേരി കാട്ടൂരിലെ ഇൻകം ടാക്സ് വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വീടിന്റെ നിർമ്മാണത്തിനായി തകിടുകൾ എത്തിച്ചു നൽകിയത്. ജൂണിൽ നിർമ്മാണവും കഴിഞ്ഞു. എന്നാൽ ഉപയോഗിച്ച വാർക്ക തകിടുകൾ വിട്ടു നൽകാൻ ഇവർ തയ്യാറാകുന്നില്ലെന്നതാണ് സാബുവിന്റെ പരാതി. 9 ലക്ഷം രൂപ വില വരുന്ന തകിടുകളാണ് സൈറ്റിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതെന്തിനാണെന്ന് വ്യക്തമാക്കാൻ ഉടമയും എഞ്ചിനീയറും തയ്യാറാകുന്നില്ലെന്ന് സാബു പറയുന്നു. ഇത് അന്വേഷിച്ച് പലതവണ എഞ്ചിനീയറെയും ഉടമയും സാബു ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇവരിൽ നിന്ന് മോശമായ പ്രതികരണമാണ് ലഭിച്ചത്. തുടർന്നാണ് ജൂൺ മാസത്തിൽ മണ്ണഞ്ചേരി പോലീസിൽ പരാതി നൽകുന്നത്. എന്നാൽ പ്രതീക്ഷിച്ച നീതി പോലീസിൽ നിന്നും ലഭിച്ചില്ല. ജില്ല മാറി എന്തിനാണ് സാധനങ്ങൾ എത്തിച്ചതെന്ന വിചിത്ര ചോദ്യമായിരുന്നു പോലീസിൽ നിന്നും ഉണ്ടായതെന്ന് സാബു പറയുന്നു. ഇതേ തുടർന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് സാബു പരാതി നൽകിയത്. എസ്പിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സാബുവിനെ പോലീസ് ബന്ധപ്പെടുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് മോശമായാണ് പെരുമാറിയത്. പള്ളിക്കത്തോടിൽ നിന്നും മണ്ണപ്പയിൽ അരമണിക്കൂറിനുള്ളിൽ ഹാജരാകണമെന്നും തുടങ്ങി കടുത്ത ഭാഷയിലായിരുന്നു പോലീസിന്റെ പ്രതികരണം. ഒടുവിൽ സാധനങ്ങൾ വിട്ടുകിട്ടുന്നതിനായി ഉടമയും എഞ്ചിനീയറെയും ഒരുമിച്ച് മധ്യസ്ഥ ചർച്ച നടത്തണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഉടമയിൽ നിന്നും സഹകരണം ഉണ്ടായില്ല. ഇതിനായി പോലീസിൽ നിന്നും അനുകൂല നടപടി ഉണ്ടായില്ലെന്നും സാബു കൂട്ടിച്ചേർത്തു. തന്റെ പണി സാധനങ്ങൾ തിരികെ ഏൽപ്പിക്കണമെന്ന ആവശ്യവുമായി ഉടമയുടെ വീടിന് മുന്നിലെത്തിയ സാബുവിനെ പോലീസ് പ്രതികളോടെന്ന രീതിയിലാണ് പെരുമാറിയതെന്നും ആരോപണമുണ്ട്. തകിടുകൾ സൈറ്റിൽ വെറുതെ കിടന്ന് തുരുമ്പെടുക്കുകയാണെന്നും പണി സാധനങ്ങളുടെ ഇത്രയും മാസത്തെ വാടകയും സാമഗ്രികളും തനിക്ക് തിരിച്ചു നൽകണമെന്നും അല്ലാത്തപക്ഷം ഉടമയുടെ വീടിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്നും സാബു ജോസഫ് കോട്ടയത്ത് പ്രതികരിച്ചു.